കണ്ണൂരിലെ വീട്ടിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട UDF പരാതി തള്ളി ജില്ലാ കളക്ടർ. പേരാവൂരിലും പയ്യന്നൂരിലും വീഴ്ചയില്ലെന്ന് കണ്ടെത്തൽ. ക്രമപ്രകാരമാണ് സഹായി വോട്ട് ചെയ്തത് എന്ന് ജില്ലാ കളക്ടർ. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, വോട്ട് ചെയ്തതിൽ ക്രമക്കേടില്ല എന്ന് പറയുന്നു. UDFിന്റെ പരാതി തള്ളുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വിവരം? വിജയ്, കണ്ണൂർ ജില്ലയിൽ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതിയായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നത്. പേരാവൂരിലും പയ്യന്നൂരിലും അടക്കം ഇത്തരത്തിൽ വീട്ടിലെ വോട്ടിൽ ക്രമക്കേടുകൾ നടന്നു എന്ന തരത്തിലായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. പേരാവൂരിൽ 106 വയസ്സുകാരിയെ സമ്മർദ്ദത്തിലാക്കി വോട്ട് ചെയ്യിച്ചതായി CPM-നെതിരെ UDF ആയിരുന്നു പരാതി നൽകിയത്. ഇതിന്റെ ഭാഗമായി അന്വേഷണം നടക്കുകയും ചെയ്തു. ഈ അന്വേഷണ റിപ്പോർട്ട് നിലവിൽ കളക്ടർക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ പേരാവൂരിലും പയ്യന്നൂരിലും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വീട്ടിലെ വോട്ട് ചെയ്യുന്നത് 85 വയസ്സിന് മുകളിലുള്ളവരും ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവരാണ്. ഇവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സഹായി കൂടി ഉണ്ടാകും. ഈ ഒരു സംഭവത്തിൽ പേരാവൂരിലും പയ്യന്നൂരിലും അടക്കം സഹായി വോട്ട് ചെയ്തത് ക്രമപ്രകാരമാണ് എന്നും ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും വോട്ടർമാരുടെയും മൊഴിയും എടുത്തിരുന്നു. ഒപ്പം ഇതിന്റെ വീഡിയോ അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ മൊഴിയിലും വീഡിയോയിലും ക്രമവിരുദ്ധമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ഈ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതോടുകൂടിയാണ് UDF നൽകിയ ഈ പരാതി കളക്ടർ തള്ളിയിരിക്കുന്നത്. പേരാവൂരിലും പയ്യന്നൂരിലും ഉൾപ്പെടെ ഇത്തരത്തിൽ വീട്ടിലെ വോട്ടിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള പരാതിയിൽ യാതൊരു വാസ്തവുമില്ല എന്നാണ് നിലവിൽ ഉള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ശരി അമൽ.